ഹായ് എവരിവൺ. വീഡിയോഗ്രാഫിയിലെ വളരെ ബേസിക്കായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ വീഡിയോ? എന്താണ് വീഡിയോ? പലർക്കും അറിയില്ല എന്താണ് വീഡിയോ എന്നുള്ളത്. അറിയാത്ത ആൾക്കാരുണ്ടാവാം, അറിയുന്നവരും ഉണ്ടാവും. ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെക്കൻഡിൽ കുറേ ഫോട്ടോസുകൾ ചേർത്ത് വെച്ച് ഒരു മൂമെൻ്റ് ഉണ്ടാക്കുന്നതാണ്. വീഡിയോഗ്രാഫിയിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം. വാട്ട് ഈസ് ദ FPS? ഫ്രെയിം പെർ സെക്കൻഡ്. എന്താണ് ഫ്രെയിം പെർ സെക്കൻഡ്? ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ ചേർന്നാണ് ആ വീഡിയോയിലെ സെക്കൻഡ് ഉണ്ടാകുന്നു എന്നതാണ് ബേസിക്കലി ഫ്രെയിം പെർ സെക്കൻഡ്. നെക്സ്റ്റ്, ക്യാമറയിൽ ഷട്ടർ സ്പീഡ് ആൻഡ് FPS എന്താണ് എന്ന് നമുക്ക് നോക്കാം. എത്ര FPS-ലാണോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കണം നമ്മളുടെ ഷട്ടർ സ്പീഡ്. ഈ റൂൾ നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മൾ വീഡിയോഗ്രാഫിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു മോഷനൊക്കെ കിട്ടുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 24 FPS-ൽ ഷൂട്ട് ചെയ്യുമ്പോൾ 50 ഷട്ടറാണ് യൂസ് ചെയ്യുക. 60 FPS-ൽ ഷൂട്ട് ചെയ്യുമ്പോൾ 120 ആണ് നമ്മൾ ഷട്ടർ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് അപ്രേച്ചർ. എന്താണ് അപ്രേച്ചർ? ഒരു ഫോട്ടോഗ്രാഫിയിലെ പോലെ തന്നെയാണ് വീഡിയോഗ്രാഫിയിലും അപ്രേച്ചർ വർക്ക് ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കടമയാണ് അപ്രേച്ചറിനുള്ളത്. ഒന്ന് ലൈറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും മറ്റൊന്ന് ഡെപ്ത് ഓഫ് ഫീൽഡാണ്. എത്രയാണോ നമ്മൾ അപ്രേച്ചർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ടായിരിക്കുക. എത്രയാണോ നമ്മൾ ഷട്ടർ സ്പീഡ് ഇടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ISO. ഈ ബാക്ക്ഗ്രൗണ്ടിന് വെളിച്ചം കൂട്ടാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്നതാണ് ISO. മറ്റുള്ള കാര്യങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ISO കൂട്ടിയെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മാക്സിമം വീഡിയോസ് എടുക്കുമ്പോൾ ISO കുറച്ചെടുക്കുക. ISO കുറച്ചെടുക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.